അവിടെ ഉള്ള പ്രശ്നം ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കേണ്ടതും വളരേണ്ടതും വികസിക്കേണ്ടതുമായിട്ടുള്ളൊരു പാർട്ടി. ഇപ്പം തെരഞ്ഞെടുപ്പിൽ തോറ്റു, പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ, എം.വി. ഗോവിന്ദൻ രാജിവെക്കണം എന്നാരും പറഞ്ഞില്ല. കാരണം CPM തോറ്റു, അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറിക്കല്ല, പാർട്ടിക്കാണ്. അതൊരു കൂട്ടുത്തരവാദിത്വമാണ്. അങ്ങനെ കൂട്ടുത്തരവാദിത്വത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എങ്കിൽ അവിടെ ഒരു നേതാവ് എന്ന് പറയുന്നത് അനിവാര്യമായ ഘടകമല്ല. പിണറായി വിജയൻ ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും എന്ന് കരുതിയിട്ടാണ് പിണറായി വിജയൻ 80-ാം വയസ്സിലും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാനായിട്ട് മുന്നിലുണ്ടായിരുന്നു. പിണറായിക്ക് പകരം മറ്റൊരാൾ എന്ന് എന്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അദ്ദേഹം സമൂഹത്തെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചുമാണ് ചിന്തിക്കേണ്ടത്. പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എന്ന നിലയ്ക്ക് ചിന്തിക്കാൻ പാടില്ല എന്ന് പി ജയരാജനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക്. അത് ശരിയാണ്. ഇപ്പോൾ എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിൽ ഒരു പാർട്ടി സഖാവിൻ്റെ യാതൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ്. ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. അതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ മരുമൻ മുഹമ്മദ് റിയാസ് മന്ത്രിയായി വരാൻ പാടില്ല. പാർട്ടി സെൻസ് ആണ് അവിടെ ആക്ടിവിറ്റി, അല്ലെങ്കിൽ പാർട്ടി സെൻസർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ല. അതുപോലെ വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദു മന്ത്രിയായിട്ട് വരാൻ പാടില്ല. ഇതെല്ലാം ബന്ധുക്കളാണ്. ബന്ധുക്കളെന്ന് മാത്രമല്ല, പി ജയരാജൻ സൂചിപ്പിച്ച പോലെ ഞാനും ഭാര്യയും എന്ന നിലക്ക് ഇവരെല്ലാം പാർട്ടി എന്ത് ചെയ്യുന്നു, കാണാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ പാർട്ടി നഷ്ടപ്പെട്ടതാണ് നേരത്തെ രതീഷ് ചക്രവാണി സൂചിപ്പിച്ച പാർട്ടിയുടെ നട്ടെല്ലിളക്കം എന്ന് പറയുന്ന സാധനം.